നന്ദനേഷ നമസ്കാരം. നമസ്കാരം. പിന്നെ CBSE 10ാം ക്ലാസ് ഇന്ത്യയിൽ 4ാം റാങ്ക് അല്ലേ? അതെ. എത്ര ശതമാനം മാർക്കുണ്ട് നമുക്ക്? 99.4%. ഏതിനാ ശകലം വ്യത്യാസം വന്നത്? ഏതൊക്കെ വിഷയത്തിനായിരുന്നു? അത് മലയാളത്തിനും സയൻസിനും. പിന്നെ ബാക്കി ഏതിനൊക്കെയാ 100% നമുക്ക്? ഇംഗ്ലീഷിനും മാത്സിനും ITക്കും ഫുള്ളുണ്ട്. ഫുള്ളുണ്ട് അല്ലേ? ഇത് ഈ വിജയം മോള് പ്രതീക്ഷിച്ചതാണോ? ആദ്യം മുതലേ നല്ല മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു പരീക്ഷ കഴിഞ്ഞപ്പോൾ. ഏത് സ്കൂളിലാണ് പഠിച്ചു മോള്? ജ്യോതിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുന്നപ്ര. അവിടുന്ന് ടീച്ചർമാരൊക്കെ വിളിച്ചോ മോളെ? ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ടാണ്. എക്സ്ട്രാ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ക്ലാസ് ഒക്കെ എടുക്കുമായിരുന്നു. ടീച്ചറല്ലേ? ഇപ്പം ഞാൻ റിസർച്ച് ചെയ്യാണ്. കൊങ്കു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഈ റോഡ്. ശരി. നമ്മളെ അച്ഛനും അമ്മയുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടായിരുന്നു. ഒട്ടും പ്രഷർ ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ടായിരുന്നു. 5 മണിക്ക് എണീക്കുമായിരുന്നു. പിന്നെ വേറെ ആക്ടിവിറ്റീസ് ഡാൻസിനൊക്കെ ഇല്ലായിരുന്നു? ഡാൻസിനുണ്ടായിരുന്നു. അതെവിടെ പഠിച്ചത്? ദക്ഷ സ്കൂൾ. അപ്പൊ അവിടെ ഈ പഠിത്തത്തിനുള്ള അനുസരിച്ച് ടൈമൊക്കെ ക്രമീകരിച്ചിട്ടാണോ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ടീച്ചർ? അരങ്ങേറ്റം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇതൊക്കെ നന്ദനകൃഷ്ണയ്ക്ക് കിട്ടിയ സമ്മാനങ്ങളാണ്. ഇത് വിജ്ഞാന കൈരളി പരീക്ഷയിൽ കേരള സ്റ്റേറ്റിൽ ഗോൾഡ് മെഡൽ കിട്ടിയായിരുന്നു. ഫസ്റ്റ് റാങ്ക് ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ റാങ്ക് ഹോൾഡർ, സ്കൂളിൽ ക്ലാസ് ടോപ്പറിന്റെ റാങ്ക് ഹോൾഡർ അവാർഡ്. ഇത് ഉപന്യാസ മത്സരം ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു മലയാളത്തിന്. സത്യസായി സേവാ സമിതിയുടെ പുരസ്കാരമാണിത്. ഇതെല്ലാം കിട്ടിയ അവാർഡുകളാണ്. നന്ദനകൃഷ്ണ സ്റ്റഡീസ് കൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. അവള് നന്നായിട്ട് പടം വരയ്ക്കുമായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിന്റെ പഠനത്തിന്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് സമയം കണ്ടെത്തി ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുമായിരുന്നു. ഇതെല്ലാം അവള് വരച്ച പടങ്ങളാണ്. അവള് ദിവസം ക്ലാസ് പഠിപ്പിക്കുന്ന അന്ന് തന്നെ പഠിച്ചു തീർക്കുമായിരുന്നു. അതുപോലെ എത്ര ലേറ്റായാലും പഠിച്ചു തീർന്നേ കിടക്കാറുള്ളായിരുന്നു. ഞങ്ങള് കിടക്കെന്ന് പറഞ്ഞാൽ കൂടെ മോളത് പഠിച്ചു തീർക്കാതെ കിടക്കത്തില്ലായിരുന്നു. പിന്നെ രാവിലെ ബാക്കിയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കുമായിരുന്നു. നല്ലോണം പഠിക്കണം. പിന്നെ അന്നന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുക. ബൈഹാർട്ട് ചെയ്യാതിരിക്കുക. ഇനിയും ഫ്യൂച്ചർ പ്ലാൻസ് എന്തുവാ? ഇനി 11th പിന്നെ 12th അത് കഴിഞ്ഞ് ഫ്യൂച്ചറിൽ എന്തുവാ പ്രിഫർ ചെയ്യേണ്ടത്? എന്തുവാ ആവണ്ടേ ആഗ്രഹം? ഇനിയും +1 ഞാൻ സയൻസ് സ്ട്രീം ആണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ആവാൻ നീറ്റ് എഴുതാൻ. കൊച്ചിലെ മുതലേ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അമ്പലപ്പുഴ കൃഷ്ണസ്വാമിയോട് പ്രാർത്ഥിക്കുകയാണ്. അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണേ പ്രാർത്ഥിക്കുന്ന എല്ലാവരും.